തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. സർവോദയം കുര്യൻ അനുസ്മരണ സമ്മേളനം നവംബർ 14. സർവോദയം കുര്യൻ അനുസ്മരണ സമ്മേളനം നവംബർ 14 വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്ക് ഞാറയ്ക്കൽ മാഞ്ഞുരാൻ ഓഡിറ്റോറിയത്തിൽ നടത്തും. അനാഥ ശിശുക്കളുടെയും അഗതികളുടെയും ആലംബഹീനരുടെയും അത്താണിയായിരുന്ന സർവോദയം കുര്യന്റെ 26ാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം നവംബർ 14 വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്ക് ഞാറയ്ക്കൽ മാഞ്ഞുരാൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. സർവോദയം കുര്യൻ സ്മാരക ട്രസ്റ്റ് പ്രസിഡന്റ് പോൾ ജെ മാമ്പിള്ളി അധ്യക്ഷത വഹിക്കും. മുൻ വനിതാ കമ്മീഷൻ അംഗം പ്രൊഫസർ മോനാമ്മ കോക്കാട് ഉദ്ഘാടനം ചെയ്യും. അത് പിന്നെ മഴക്കാലമൊക്കെ മാറി കിട്ടുന്നൊരു അവസരം. ജൂലൈ 16 തീയതി നടക്കുമ്പോൾ എല്ലാം കൂടി നല്ലൊരു മഴക്കാലമായി ആണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റം വരുവാനും കുര്യൻചേട്ടൻ്റെ സ്മരണ ഒരു വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ശിശുദിനത്തിൽ അനുസ്മരണ സമ്മേളനം വളരെ വിപുലമായിട്ട് നമ്മൾ 25 വർഷവും നടത്തി 26ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഞാറയ്ക്കൽ മാഞ്ഞുരാൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നവംബർ 14 വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്ക് ട്രസ്റ്റ് പ്രസിഡന്റ് അധ്യക്ഷനാകുന്ന കേരളത്തിലെ മികച്ച സാമൂഹ്യ പ്രവർത്തകനുള്ള 2025 സർവോദയം കുര്യൻ അവാർഡ് ജീവകാരുണ്യ പ്രവർത്തകനായ വൈപ്പിൻ സ്വദേശി ജോണി വൈപ്പിന് KPCC എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് KP ഹരിദാസ് സമ്മാനിക്കും. 1 ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഈ അവാർഡ്. കൂടാതെ വിവിധ മേഖലയിൽ പ്രഗത്ഭരായിട്ടുള്ള കൊച്ചിൻ മൻസൂർ, BS രവീന്ദ്രനാഥ്, സിബി തോമസ്, മുഹമ്മദ് ഫലക്, രാജൻ പി തോമസ്, TK ബഹുലയൻ എന്നിവർക്ക് സർവോദയം കുര്യന്റെ പേരിലുള്ള പ്രോത്സാഹന അവാർഡ് ഫേസ് ചാരിറ്റി ഫൗണ്ടേഷൻ പ്രസിഡന്റ് TR ദേവൻ സമ്മാനിക്കും. വിദ്യാഭ്യാസ അവാർഡ് ഡോക്ടർ LC ബിസ്മിക്കും സെലിൻ ലിയ KTക്കും മുൻ ഗോവ പോർട്ട് ചെയർമാൻ ഡോക്ടർ ജോസ് പോൾ ശങ്കുരിക്കൽ അവാർഡ് സമ്മാനിക്കും. കൊച്ചിൻ മൻസൂറിന്റെയും മറ്റു പ്രശസ്ത ഗായകരുടെയും ഗാനാലാപനവും നടക്കും. ജനറൽ സെക്രട്ടറി ആന്റണി പുന്നത്തറ, ട്രഷറർ ഫ്രാൻസിസ് അറക്കൽ, അവാർഡ് ജേതാവ് ജോണി വൈപ്പിൻ, ട്രസ്റ്റ് വൈപ്പിൻ പ്രസിഡന്റ്മാരായ ജോസഫ് നരിക്കുളം, ജോസി ചാക്കാലക്കൽ, സെക്രട്ടറി സെബി ഞാറയ്ക്കൽ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. പിന്നെ സിബി തോമസ് എന്ന് പറയുന്ന മാധ്യമരംഗത്ത്, ഓൺലൈൻ മാധ്യമരംഗത്ത് പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. എറണാകുളത്താണ് അദ്ദേഹത്തിന്റെ വീട്. അദ്ദേഹത്തിനും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫാദർ ഡേവിസ് ചെറുമേലിന്റെ ചാരിറ്റി ഫൗണ്ടേഷൻ നമുക്കറിയാം കൊരട്ടിയിലാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ചെയർമാനാണ് രാജൻ പി തോമസ്. അദ്ദേഹത്തിന് ഞങ്ങൾ ഒരു അവാർഡ് കൊടുക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.